വിശുദ്ധ കുരിശിന്റെ ഇടയാളത്താൽ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ഞങ്ങളുടെ തമ്പുരാനെ, പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. വിശുദ്ധ മാർക്കോസ് 4-ാം അധ്യായത്തിൽ യേശുവിന്റെ ഉപമകളും വിശ്വാസത്തിന്റെ ശക്തിയും പ്രകൃതിയിലേക്കുള്ള അവന്റെ അധികാരവും വിവരിക്കുന്നു. ദൈവവചനം കേൾക്കുന്നവരുടെ ഹൃദയാവസ്ഥയാണ് ഫലത്തെ നിർണയിക്കുന്നത്. ദൈവരാജ്യം ചെറിയ തുടക്കത്തിൽ നിന്ന് വലിയ വളർച്ച കൈവരിക്കും. വിശ്വാസം കൊണ്ട് കൊടുങ്കാറ്റുകളെയും നേരിടാം എന്ന ഈ അധ്യായത്തിൽ വിവരിക്കുന്നു. യേശു കടൽക്കരയിൽ ജനങ്ങളെ പഠിപ്പിച്ചു. വിത്ത് വിതയ്ക്കുന്നവന്റെ ഉപമ പറഞ്ഞു. വിത്ത് വഴിയിലേക്കും കല്ലുമേലും മുള്ളിലും നല്ല നിലത്ത് വീണു. നല്ല നിലത്ത് വീണത് മാത്രമാണ് ഫലം കൊടുത്തത്. ദൈവവചനം കേൾക്കുന്നവരുടെ ഹൃദയാവസ്ഥയെ ഇത് പ്രതിനിധീകരിക്കുന്നു. വിളക്ക് മറയ്ക്കാതെ വെളിച്ചം കൊടുക്കണം. കേൾക്കുന്നവർക്ക് കൂടുതൽ ലഭിക്കും, കേൾക്കാത്തവർക്ക് ഉള്ളതും നഷ്ടപ്പെടും. വിതച്ചാൽ അത് സ്വയം വളർന്ന് വിളവായി മാറും. ദൈവരാജ്യത്തിന്റെ വളർച്ച ദൈവത്തിന്റെ പ്രവർത്തനമാണ്. ചെറുതായ കടുകുമണി വലിയ വൃക്ഷമായി മാറുന്നു. ദൈവരാജ്യം ചെറിയ തുടക്കത്തിൽ നിന്ന് മഹത്തായ വളർച്ചയിലേക്ക് എന്നതാണ് ഇതിലെ സന്ദേശം. കടലിൽ കൊടുങ്കാറ്റ് വന്നപ്പോൾ യേശു കാറ്റിനോടും തിരകളോടും കൽപ്പിച്ചു. അവ ശാന്തമായി. പ്രകൃതിയിലും യേശുവിന് അധികാരമുണ്ട് എന്ന് ഇവിടെ തെളിയിച്ചു. വിശുദ്ധ മാർക്കോസ് 5-ാം അധ്യായത്തിൽ യേശുവിന്റെ അത്ഭുത പ്രവൃത്തികളും വിശ്വാസത്തിന്റെ ശക്തിയും രോഗശാന്തിയും മരിച്ചവരെ ഉയർപ്പിക്കലും വിവരിക്കുന്നു. യേശു കടൽക്കരയിലെത്തിയപ്പോൾ അനേകം ഭൂതങ്ങൾ പിടിച്ച ഒരാൾ അവനെ കണ്ടു. ഭൂതങ്ങളെ പുറത്താക്കി അവയെ പന്നികളിൽ പ്രവേശിപ്പിച്ചു. പന്നികൾ കടലിൽ മുങ്ങി മരിച്ചു. യേശുവിന്റെ അധികാരം ദുഷ്ടാത്മാക്കളിലും പ്രവർത്തിക്കുന്നു എന്ന് ഇവിടെ വ്യക്തമാണ്. 12 വർഷമായി രോഗബാധിതയായ സ്ത്രീ യേശുവിന്റെ വസ്ത്രത്തിന്റെ അരികു തൊട്ടപ്പോൾ ഉടൻ സൗഖ്യം ലഭിച്ചു. വിശ്വാസം രോഗശാന്തി നൽകുന്നു. ജൈറസ് തന്റെ മരിച്ച മകളെക്കുറിച്ച് യേശുവിനോട് അപേക്ഷിക്കുന്നു. യേശു അവളുടെ കൈ പിടിച്ചു. കുഞ്ഞെ, എഴുന്നേൽക്കുക എന്ന് കൽപ്പിച്ചു. അവൾ ഉയർന്നു. യേശുവിന്റെ അധികാരം മരണത്തെയും അതിജീവിക്കുന്നു. പരിശുദ്ധാത്മാവെ, തിരുവചനത്തിന്റെ അനന്തശക്തിയാൽ ആത്മാവിന്റെ ബലങ്ങളും ദാനങ്ങളും നൽകി തീക്ഷ്ണതയാൽ ഞങ്ങളെ ജ്വലിപ്പിക്കണമേ. ആമേൻ.